മദ്യനയത്തെ എതിർക്കുന്നവരാണ് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാരിനെ ദുർബലപ്പെടുത്താൻ സ്ഥാപിത താൽപര്യക്കാരാണ് ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് UDF-നെ ഒന്നും ചെയ്യാനാകില്ല. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനുള്ള സ്ഥാപിത താൽപര്യക്കാരുടെ നീക്കമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. ഇതുവരെ ഉന്നയിക്കാത്ത ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ UDF ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ കഴിയില്ല. മുഖ്യമന്ത്രിക്കെതിരായി ഇതുവരെ ഒരു ആരോപണവും സാമ്പത്തിക ആരോപണങ്ങളും ഉന്നയിക്കാത്ത വ്യക്തികൾ ഇപ്പോഴിത് പറയുന്നതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് ബോധ്യപ്പെടും, ജനങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇത്തരം സ്ഥാപിത താൽപര്യക്കാരുടെ ആരോപണങ്ങളെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ മദ്യനയത്തോട് എതിർപ്പുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റഹീസ്, ആദ്യമായാണ് സോളാർ വിവാദം സംബന്ധിച്ച സരിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം I വിഭാഗത്തിൻ്റെ ആരെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഏത് സാഹചര്യത്തിലായിരുന്നു? ഏത് ചോദ്യത്തോടാണ് അദ്ദേഹം പ്രതികരിച്ചത്? അജിംസ്, ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിക്കെതിരെ സരിത നായർ മൊഴി നൽകിയതിന് ശേഷം I വിഭാഗത്തെ പ്രതികരിച്ച് ആരും തന്നെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഒരു പരാമർശങ്ങൾ നടത്തിയിരുന്നില്ല. ഇന്നലെ രമേശ് ചെന്നിത്തല വിവിധ പരിപാടികളിൽ ഈ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം വിവിധ പൊതുപരിപാടികളിൽ സംബന്ധിക്കുന്നുമുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ പലതവണ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ ആരാഞ്ഞപ്പോൾ കിട്ടുകയും ചെയ്തിരുന്നില്ല. അതിനുശേഷമാണ് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയും, മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന മുഖവുരയോടെ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആരോപണങ്ങൾ ഉയരുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ ഇതുവരെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ കുറേ ആളുകൾ ചേർന്ന്, സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ചേർന്ന് ഒരു ഗൂഢ താല്പര്യത്തോടെ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആരാണ് ഇതിനു പിന്നിലെന്ന് കൃത്യമായി ചോദിച്ചപ്പോൾ അദ്ദേഹം ബാർ ഉടമകളെ തന്നെയാണ് ലക്ഷ്യം വെച്ചത്. സർക്കാരിൻ്റെ മദ്യനയം ആർക്കാണോ എതിരാവുന്നത് അവരാണ് ഇതിനു പിന്നിലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മറ്റൊരു കാര്യം, ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ ഇത്തരം യാതൊരു ശ്രമങ്ങൾ കൊണ്ട് കഴിയില്ല എന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി.